ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്തെത്തി ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. വി ജയശങ്കർ പമ്പയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. വിവരങ്ങൾ. ക്രിസ്റ്റീന പ്രഭിത, ഇന്ന് 11 മണിയോടുകൂടി ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിശോധന. ഹൈക്കോടതി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സമയക്രമം ഉൾപ്പെടെ ക്രമീകരിച്ച് നൽകിയത്. ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ആദ്യഘട്ട പരിശോധന നടത്തും. ഇന്ന് ഈ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിക്കൊണ്ടുന്ന ദ്വാരപാലക പാളികൾ പരിശോധിക്കില്ല. അതിൻ്റെ പരിശോധന നാളെ ആയിരിക്കും. ഈ സംഭവമൊക്കെയായി ബന്ധപ്പെട്ട വലിയ വിവാദം ഈ ദ്വാരപാലക പാളികൾ കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനയിൽ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ്റെ കണ്ടെത്തൽ എന്ത് എന്നതൊക്കെ തന്നെ വളരെ നിർണായകമാണ്. ഇന്നും നാളെയും സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം തിങ്കളാഴ്ചയായിരിക്കും ആറന്മുളയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുക. അവിടെയാണ് ഈ തിരുവാഭരണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉരുപ്പടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധന, അവിടുത്തെ മൂല്യമളക്കൽ അത് വളരെ നിർണായകവുമാണ്. എന്തായാലും ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കറിനൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണർ, ഒപ്പം തന്നെ ദേവസ്വം AO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. ദേവസ്വം ക്രൈം ഇതിൻ്റെ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം വിജിലൻസിലെ ഒരു SIയും ഈ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്മിത്തുണ്ട്, തിരുവാഭരണം കമ്മീഷനുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ പട ഒപ്പം ഉണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഈ മൂല്യനിർണ്ണയം ഉൾപ്പെടെ നടത്താൻ സഹായിക്കാനുള്ള ആളുകളൊക്കെ ആയിട്ടാണ് ഈ സംഘം ഇന്ന് 7:15 സന്നിധാനത്തേക്ക് ജസ്റ്റിസ് കെ.ടി. ശങ്കറിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി ഈ പരിശോധന ആരംഭിക്കും. ഈ പരിശോധന പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് നൽകുക എന്നതാണ് ഇദ്ദേഹത്തിന് കോടതി ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. അത് ഈ ശബരിമലയിലെ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കണക്കെടുപ്പ് നേരിട്ട് ഹൈക്കോടതി ഇങ്ങനെ ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചുകൊണ്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. നാളെ ആയിരിക്കും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി, ഈ പുതിയ അറ്റകുറ്റപ്പണികൾ തീർത്തു കൊണ്ടുവന്ന പാളി പരിശോധിക്കുക. ആ പാളിയുടെ പരിശോധനയും നിർണായകമാണ്. കാരണം ആ പാളി ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് സന്നിധാനത്ത് എത്തിച്ചതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കെതിരെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വിദഗ്ധ വൈദഗ്ധ്യമായ ഒരു പരിശോധന ആവശ്യത്തിൽ നടക്കുമ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള അനുമാനം ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പ്രത്യേകമായി രേഖപ്പെടുത്തുമോ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും വളരെയധികം പ്രാധാന്യമുള്ളൊരു കണക്കെടുപ്പാണ് ഇന്ന് സന്നിധാനത്ത് 11 മണിയോടുകൂടി ആരംഭിക്കാൻ പോകുന്നത്. ഇന്നും നാളെയും സന്നിധാനത്ത് കണക്കെടുപ്പ് നടക്കും. അതിനുശേഷം തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്താനാണ് നിലവിൽ ആലോചിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ തന്നെ അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനവുമില്ല. ക്രിസ്റ്റീന പ്രഭിത. ശരി, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.